ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കണ രാഗം കനകാംഗി. കനകാംഗി ഒന്നാമത്തെ മേളകർത്ത രാഗമാണ്. മേളകർത്ത പട്ടികയിലത്തെ ആദ്യത്തെ രാഗമാണ് കനകാംഗി. മുത്തുസ്വാമി ദീക്ഷിതരാവ് സ്കൂളിൽ ഈ രാഗത്തിന്റെ പേര് കനകാംബരി എന്നാണ്. ഈ രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ എല്ലാം വരുന്നത് ശുദ്ധമായിട്ടാണ്. ശുദ്ധ ഋഷഭം, ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, ശുദ്ധ നിഷാദം. ഇത്രയാണ് ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത്. നമുക്കിതിന്റെ ആരോഹണം ഒന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ ആരോഹണാരോഹണങ്ങൾ വരുന്നത്. ഈ രാഗത്തിലുള്ള കുറച്ച് കൃതികളും സിനിമാ പാട്ടുകളും നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കൃതിയാണ്. കനകാംബരി എന്നാണ് ഈ രാഗത്തിന്റെ പേര് എന്ന് പറഞ്ഞോളൂ. മുത്തുസ്വാമി ദീക്ഷിതർ സ്കൂളിൽ രാഗമുദ്ര തൊട്ട് ഫസ്റ്റ് രാഗമുദ്ര വരുന്ന ഒരു കൃതിയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ. കനകാംബരി കാരുണ്യമൃതലഹരി, കനകാംബരി കാരുണ്യമൃതലഹരി, കാമാക്ഷി മാമവ കാമേശ്വരി, കനകാംബരി കാരുണ്യമൃതലഹരി. ഇങ്ങനൊരു കൃതി. ഇതുപോലെ തന്നെ ത്യാഗരാജസ്വാമികളുടെ ഒരു കൃതിയാണ് ശ്രീഗണനാഥം ഭജാമ്യഹം. അങ്ങനൊരു കൃതി. ഡോക്ടർ മാലമുരളി കൃഷ്ണ സാറിന്റെ ഒരു കൃതിയാണ്. ഇതൊരു ഗണപതി സ്തുതിയാണ്. ശ്രീശ പുത്രായ നമോസ്തുതേ, ശ്രീശ പുത്രായ നമോസ്തുതേ, വിഘ്നവിനാശായ വിഭവപ്രദായ, ശ്രീശ പുത്രായ നമോസ്തുതേ. ഈ ഒരു കൃതി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൃതിയാണ്. അതുപോലെ തന്നെ കോടീശ്വരയുടെ ഒരു കൃതിയാണ് കനകാംഗ ഗുഹമുരുക, ഈ ഒരു കൃതി. പിന്നെ നല്ലൻ ചക്രവർത്തി മൂർത്തിയുടെ ഒരു വർണ്ണുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ് കാന്താരയിലത്തെ വരാഹരൂപം. ഈ ഒരു പാട്ട് ഇത് രാഗമാലികയാണ്. ഇതിൽ തോടി, കനകാംഗി എന്നീ രാഗങ്ങളാണ് വരുന്നത്. മെയിൻ രാഗം തോടിയാണ്, പ്ലസ് കനകാംഗിയും കൂടി വരുന്ന ഒരു പാട്ടാണിത്. മലയാളം സിനിമാ പാട്ടിലേക്ക് പോകുമ്പോൾ ഹേ ശിങ്കാരി ഞാൻ ചേമന്തി മീനല്ലയോ വാൽക്കണ്ണ്. ഈ ഒരു പാട്ട് കനകാംഗി രാഗത്തിനെ ബേസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു പാട്ടാണ്. ഇതുപോലെ മന്മഥനല്ലേ നിന്റെ മന്മഥനല്ലേ, വല്ലഭനല്ലേ നിന്റെ വല്ലഭനല്ലേ. അങ്ങനെ ഇൻസ്പെക്ടർ ഗരുഡിലെ ഒരു പാട്ട്.
പാതിര കോയിൽ പാടിയോ കുടമുല്ലകൾ പൂക്കും കാവിൽ കാറ്റു ചന്ദനഗന്ധമുണർത്തും പൂത്തിരുവാതിരനാളിൽ. ഈ ഒരു പാട്ട് കനകാംഗി രാഗത്തിന് ബേസ് ചെയ്തിട്ട് ചെയ്തേക്കണ ഒരു പാട്ടാണ്. ഇത്രയൊക്കെയാണ് കനകാംഗി രാഗത്തിലുള്ള സിനിമാ പാട്ടുകളും കൃതികളും ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.